മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. Given below are two statements. Since fluorine is more electronegative than nitrogen, the net dipole moment of NF3 is greater than NH3. A question from chemical bonding. NF3 dipole momentum NH3 dipole momentum compare ചെയ്യുന്നു. So you know that they are having pyramidal geometry. അതിൻ്റെ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ്സ് നമ്മൾ നോക്കി. ഫ്ലൂറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഫ്ലൂറിൻ്റെ ഭാഗത്തേക്കാണ് അവരുടെ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റുകൾ ഉണ്ടാവുക. പക്ഷെ ലോൺ പെയേഴ്സിന്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ലോൺ പെയറും കുറച്ചൊക്കെ പിടിച്ചു വലിക്കും. Now what is happening? ഫ്ലൂറിൻ വലിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ലോൺ പെയറിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെന്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് സം ഓഫ് ദി ഡൈപോൾ മൊമെന്റ് ഈസ് ഗെറ്റിംഗ് ക്യാൻസൽഡ് ഡ്യൂ ടു ദിസ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. NH3 കേസിൽ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റുകളെല്ലാം നൈട്രജന്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ബിക്കോസ് നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഇതിന് തന്നെ ലോൺ പെയേഴ്സിന്റെ എഫക്റ്റ് കൂടി വരുമ്പോൾ ഓൾ ദി ഇൻഡിവിജ്വൽ മൊമെന്റ്സ് ആർ ഓറിയന്റഡ് ഇൻ ദ സെയിം ഡിറക്ഷൻ. അതുകൊണ്ട് തന്നെ നെറ്റ് റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് വിൽ ബി വെരി ഹൈ. അപ്പൊ ആർക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ? NH3ക്കാണ്. NF3ക്കാണ് ഗ്രേറ്റർ എന്ന് പറഞ്ഞത് തെറ്റാണ്. NH3 ഡൈപോൾ മൊമെന്റ് ആണ് ഗ്രേറ്റർ. നമുക്കിനി റീസൺ നോക്കാം. ഇൻ NH3 the orbital dipole due to the lone pair, NH3 ലോൺ പെയറിന്റെ ഡൈപോളും and the dipole moment of NH bonds are in the opposite direction. ശരിയാണോ? ലോൺ പെയർ കാരണം ഉണ്ടാകുന്ന ഡൈപോളും NHന്റെ ഡൈപോൾസും ഓപ്പോസിറ്റാ? അല്ല, ഒരേ ഡിറക്ഷനിലല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. അത് NF3യുടേതായിരുന്നു. So both statements are false. You get option 2. കെമിക്കൽ ബോണ്ടിങ്ങിൽ NCERT ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് NH3 ദി ഓർബിറ്റൽ ഡൈപോൾ ഡ്യൂ ടു ലോൺ പെയർ ഈസ് ഇൻ ദ സെയിം ഡിറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ റിസൾട്ടന്റ് NH ബോണ്ട്സ്. അതുകൊണ്ടാണ് NH3 ഡൈപോൾ മൊമെന്റ് ഹൈ ആയത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വന്നു എന്നാണ്. സെയിം ഡിറക്ഷനിലാണ് NH3 വന്നിരിക്കുന്നത്.